ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൽ സങ്കേതം തേടുന്നവർ, സഹായം അപേക്ഷിക്കുന്നവർ, കാരുണ്യം യാചിക്കുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കത് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ദുഃഖങ്ങളെയും സഹനങ്ങളെയും വേദനകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ജീവിത തടസ്സങ്ങൾ, വിവാഹ തടസ്സം, ജോലി തടസ്സം, സാമ്പത്തികമായ തടസ്സങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മക്കളെക്കുറിച്ച് ആകുലതയിൽ കഴിയുന്ന മാതാപിതാക്കൾ, മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികൾ, അവരുടെ പഠന മേഖലകൾ, ഭാവി ജീവിതങ്ങൾ, ജീവിത ലക്ഷ്യങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ഈ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും നിന്റെ കാരുണ്യം വർഷിക്കണമേ, നിന്റെ അനുഗ്രഹം ചൊരിയണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും മാധുര്യമുള്ള ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിൽ സങ്കേതം തേടുകയോ, അങ്ങേ സഹായം അപേക്ഷിക്കുകയോ, അങ്ങേ കാരുണ്യം യാചിക്കുകയോ ചെയ്ത ഏതൊരുത്തനും അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കണമേ. ഓ ദിവ്യഹൃദയമേ, എല്ലാ ഹൃദയങ്ങളുടെയും ഭരണകർത്താവേ, ഈ ശരണത്താൽ പ്രേരിതരായി ഞങ്ങൾ അങ്ങേ പക്കലേക്ക് ഓടി വരുന്നു. പാപഭാരത്താൽ ഞെരുങ്ങുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. ഞങ്ങളുടെ അപേക്ഷ ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഏത് പ്രാർത്ഥനാ നിയോഗത്തോടു കൂടിയാണോ ഈ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേരുക, ആ പ്രാർത്ഥനാ നിയോഗം ഇതാ ഈശോയുടെ ഹൃദയത്താൽ അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നു. ജീവിത തടസ്സങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം, രോഗാവസ്ഥകളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ആകുലതകളായിരിക്കാം, ഉത്കണ്ഠകളായിരിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. നിശബ്ദമായി നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്കൊന്ന് സമർപ്പിക്കുക. എൻ്റെ ഈ അപേക്ഷ അങ്ങ് ഉപേക്ഷിക്കാതെ അനുകൂലമായി ചെവിക്കൊണ്ട് അതെനിക്ക് തന്നരുളണമേ. ഉത്തമ പിതാവിനെ പോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് ഞങ്ങൾക്ക് തരുവാൻ തിരുമനസ്സായ പരമപിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് വഴി സ്വീകരിക്കുന്നുണ്ടെന്നും കാണിക്കണമേ. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ, എൻ്റെ ശരണം മുഴുവനും ഞാൻ അങ്ങിൽ വെച്ചുകൊള്ളുന്നു. ആമേൻ.